ഗൈസ്, ഞങ്ങളിതാ ഇന്ന് തിരിച്ച് എടപ്പാൾ വീട്ടിലേക്ക് പോവുകയാണേ. വീട്ടിൽ നിന്ന് രാവിലെ തന്നെ ഇറങ്ങി, കാരണം 12 മണിക്കായിരുന്നു ട്രെയിൻ. റെയിൽവേ സ്റ്റേഷൻ വരെ ബസ്സിന് പോകാമെന്നായിരുന്നു പ്ലാൻ. പക്ഷെ നെടുമങ്ങാട് എത്തിയപ്പോഴത്തേക്കും പ്ലാൻ മാറ്റി. ഇനി എങ്ങാനും ബസ്സിന് പോയി ട്രെയിൻ മിസ്സായാലോ എന്ന് വിചാരിച്ച് ഊബർ ബുക്ക് ചെയ്തു. കാറിൽ കയറിയത് നൈഗുന് ഇഷ്ടമായില്ല, ഡോർ തുറന്ന് പുറത്തു പോവാണ്. ഊബർ ബുക്ക് ചെയ്തത് എന്തായാലും നല്ല തീരുമാനമായെന്ന് റെയിൽവേ സ്റ്റേഷൻ എത്തിയപ്പോൾ മനസ്സിലായി. ബസ്സിന് വരാൻ നിന്നിരുന്നെങ്കിൽ ട്രെയിൻ മിസ്സായേനെ. ഇതേ ഒരു ബ്യൂട്ടി വ്ലോഗർ നിൽക്കുന്ന പോലില്ലേ? എന്നാൽ അല്ല ഗൈസ്, ഇത് ഞങ്ങളുടെ ഫ്രണ്ട്സ് ആണ്. വീഡിയോ കോൾ വിളിച്ചപ്പോൾ വെറുതെ റെക്കോർഡ് ചെയ്തത്. അങ്ങനെ ഒരു 2-3 മണിക്കൂറത്തെ പരാക്രമത്തിന് ശേഷം നൈഗു ഉറങ്ങി. ആ സമയം നോക്കി ഞങ്ങൾക്ക് മേടിച്ചു വെച്ച മാൽക്കിസ്റ്റ് അകത്താക്കി. പണ്ട് എപ്പോ ട്രാവൽ ചെയ്താലും ഞാൻ കയ്യിൽ ഒരു പാക്കറ്റ് മാൽക്കിസ്റ്റ് മേടിച്ചു. അതുകൊണ്ട് ഇപ്പൊ എവിടെ പോയാലും ഞാൻ പറഞ്ഞില്ലെങ്കിൽ വിഷ്ണു എനിക്കത് മേടിക്കും. പിന്നെ ഞങ്ങൾ കുറച്ചു നേരം മോഹിനിയാട്ടം മൂവി കണ്ടു. അപ്പോഴേക്കും വിശപ്പിന്റെ സമയമായി. നൈഗു എനിക്ക് മുന്നേ ഫുഡും കൂടി കഴിക്കാന്ന് വിചാരിച്ചു. വീട്ടിൽ നിന്ന് നല്ല പോർക്കും പയറും ഇഴുക്കുവരട്ടിയും വെച്ച് ചോറ് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. കഴിച്ച് കൈയ്യഴുകും മുന്നേ തന്നെ നൈഗു എണീറ്റു. അപ്പൊ തന്നെ നൈഗുവിന് ഫുഡ് കൊടുത്തു. അത് കഴിഞ്ഞപ്പോ കയ്യിലുള്ള ടോയ്സ് ഒക്കെ കളിച്ച് കഴിഞ്ഞതിന്റെ വാശിയായി. ഭാഗ്യത്തിന് അപ്പൊ തന്നെ ട്രെയിനിന്റെ ഉള്ളിൽ കീ ചെയിൻസ് വിൽക്കാൻ കൊണ്ടുവന്നു. അതിൽ നിന്ന് ടോയിന്റെ സാമ്യമുള്ള ഒരു കിറ്റി കാറ്റ് മേടിച്ചു കൊടുത്തു. സത്യം പറഞ്ഞാൽ നൈഗുവിന് ടോയ്സിനോടൊന്നും ഒരു താല്പര്യവും ഇല്ല. എല്ലാം ഒരു 10 മിനിറ്റത്തേക്ക് വേണ്ടി മാത്രം. അത് കഴിഞ്ഞാൽ ഇതൊക്കെ വെച്ച് ഞാനാ കളിക്കാറ്. ഞാൻ എന്റെ തിങ്സ് ഒക്കെ ഒത്തിരിയും സൂക്ഷിച്ച് കൊണ്ടു നടക്കുന്ന ആളാണ്. നൈഗുവിന്റെ ടോയ്സ് ഒക്കെ ഞാൻ ഒരു സൈഡിൽ അടുക്കി ഒതുക്കി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അവനിപ്പോ അതൊന്നും വേണ്ട, പകരം എന്റെ സാധനങ്ങൾ മതി. ഞാൻ അത്രയും സൂക്ഷിച്ചു കൊണ്ടു നടന്ന പല സാധനങ്ങളും ഇപ്പൊ ഈ വീടിന്റെ പല ഭാഗത്തായിട്ട് കിടക്കുന്നതാണ്. ഇതൊക്കെ എടുക്കുന്നത് ഞാൻ കാണുന്നുണ്ടെങ്കിലും അപ്പൊ ഞാൻ വിചാരിക്കും അത് വെച്ച് ഒരു 10 മിനിറ്റെങ്കിലും എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങി ഇരുന്ന് കളിക്കുമെങ്കിൽ അങ്ങനെ ഇരുന്നോട്ടെ എന്ന് വിചാരിക്കും. പുറത്ത് നല്ല ക്ലൈമറ്റ് ആയിരുന്നേ. ചിലയിടത്ത് മഴ വരാൻ പോകുന്നു, ചിലയിടത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. അങ്ങനെ പുറത്ത് നോക്കിയിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് വെയിലിനേക്കാൾ ഇഷ്ടം മഴയാണ്. മഴയത്ത് യാത്ര പോവാൻ അതിലും ഇഷ്ടം. നൈഗുവിന്റെ ഡ്രസ്സും ഡയപ്പറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തു. അവൻ ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഒരിടത്ത് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ ട്രെയിനിലാണെങ്കിലും നമുക്ക് ഒരിടത്ത് തന്നെ ഇരിക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ വീണ്ടും കുറച്ച് സമയമൊക്കെ കളിച്ചിരുന്നെങ്കിലും കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും ആളുടെ മൂഡ് മാറി. അങ്ങനെ പിന്നെ വിഷ്ണു നൈഗുവിനെ എടുത്ത് കമ്പാർട്ട്മെന്റിന്റെ ഈ അറ്റം മുതൽ ആ അറ്റം വരെ കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു. അങ്ങനെ എങ്ങനെയൊക്കെയോ ഞങ്ങൾ തൃശ്ശൂർ എത്തിച്ചു. തൃശ്ശൂരിൽ നിന്ന് പിന്നെ വീട് വരെയുള്ള 1.25 മണിക്കൂർ 10 മണിക്കൂറിന് തുല്യമായിരുന്നു.